നമസ്കാരം. അപ്പോൾ വീണ്ടും അനിരുദ്ധ് റഹ്മാൻ ഒരു ചെറിയ ചകട. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിട്ടൊരു വീഡിയോന് താഴെയായിട്ടൊരു കമൻ്റ്, ഒരു പ്രേക്ഷകൻ ഒരു പക്ക കമൻ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ റഹ്മാൻ ഒരു പെർഫെക്റ്റ് ലെജൻഡ് ആണെന്ന് ഞാൻ പറയില്ല. സോറി ബ്രോ, ഒരു ലെജൻഡിനെ തിരിച്ചറിയാൻ ഒരൊറ്റ സോങ്ങോ രണ്ട് സോങ്ങോ അല്ലെങ്കിൽ രണ്ട് പെർഫോമൻസ് മാത്രം പോരാ. വർഷങ്ങളുടെ കഠിനാധ്വാനം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം, കേട്ടു നോക്കണം. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു ലെജൻഡിനെ ലെജൻഡ് അല്ല എന്ന് പറയാൻ എന്ത് ആധികാരികതയാണ് നിങ്ങൾക്കുള്ളത്? പിന്നെ ആരെയാണ് ലെജൻഡ് എന്ന് പറയേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു കമൻറ്റിൽ കാരണം 1990 AR സോങ്സിൽ ഹാരിസ് ജയരാജാണ് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. മ്യൂസിക് വേറെ ലെവലായിരുന്നു കൊണ്ടുപോയത്. അവസാനിപ്പിച്ചതിനും ഫേമസ് ആയത് ഹാരിസ് കീബോർഡ് വായിച്ചതിൻ്റെ പേരിലാണെന്നൊക്കെയാണ് ഇദ്ദേഹം ഇങ്ങനെ അയച്ചേക്കണത്. പക്ഷേ റഹ്മാൻ എന്ന് പറയുന്നത് ഇന്ത്യ ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസിക് കിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞ റഹ്മാനാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി ഓസ്കാർ എത്തിച്ച ആ ഒരു മഹാനെയാണ്, മഹാൻ എന്ന് പറഞ്ഞില്ലെങ്കിലും ആ ഒരു ഫേമസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ജീനിയസിനെയാണ് ലെജൻഡ് അല്ല എന്ന് ഇദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചെയ്തിരിക്കുന്ന വർക്കുകൾ അധികം കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ലെജൻഡ് അല്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു തിരുത്തെഴുത്ത് തന്നെ ആവശ്യമാണ് ഈ ഒരു പ്രേക്ഷകന്. ഒരിക്കലും അങ്ങനെ പറയരുത്. അദ്ദേഹം ലെജൻഡ് തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഒന്നോ രണ്ടോ പെർഫോമൻസ് കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ലെജൻഡ് ആക്കുന്നത്. അത് മാത്രമല്ല, ആ ഒരു വ്യക്തി സ്വന്തമായി പറഞ്ഞതല്ല ഞാൻ ലെജൻഡാണെന്ന്. പ്രേക്ഷകർ, ലോകമൊട്ടാകെയുള്ള പ്രേക്ഷകരുടെ വിലയിരുത്തലാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു മാർക്കാണ് ലെജൻഡ് എന്ന് പറയുന്ന ആ പദവി. അത് സ്വയം എഴുതി വെച്ചതല്ല, അദ്ദേഹത്തിന് പ്രേക്ഷകർ കൊടുത്തതാണ് ലെജൻഡ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ വീഡിയോന് താഴെയായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കമൻറ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ലെജൻഡ് അല്ല എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ലെജൻഡ് അല്ല എന്ന് പറയാനുള്ള കാരണം കൂടി വ്യക്തമാക്കുക. നമ്മളൊരു വീഡിയോന് താഴെയായി വ്യക്തമായ ഒരു അറിവില്ലാതെ കമൻറ്റുകൾ പടച്ചു വിടരുത്. അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ തയ്യാറായിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ലെജൻഡ് അല്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഈ ഒരു വീഡിയോന് താഴെയായിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അനിരുദ്ധും റഹ്മാനും തമ്മിലുള്ള ഒരു വ്യത്യസ്തതകൾ, അതായത് മ്യൂസിക്കിനുള്ള ഒരു വ്യത്യസ്തതകളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് കമൻറ്റ്സ് കൂടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനതൊന്ന് വായിക്കാം. നെയും അനിരുദ്ധിനെയും താരതമ്യം ചെയ്യരുത്, അനിരുദ്ധ് ഫുൾ കോപ്പിയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. നിങ്ങൾ പ്രേക്ഷകർ യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ വരണേ. അടുത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അനിരുദ്ധ് മ്യൂസിക് വരും പോകും. അത് ശരിയാണ്. വരും പോകാതെ അവിടെ കിടക്കും. ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു കമൻറ്റാണ് ആ പ്രേക്ഷകൻ അയച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കമൻറ്റിലേക്ക് നമുക്ക് പോവാം. അനിരുദ്ധ് കായലാണെങ്കിൽ റഹ്മാൻ കടൽ. അതിൻ്റെ ആഴം അളക്കാൻ അത്ര എളുപ്പമല്ല. റഹ്മാൻ്റെ പാട്ടിന് ഒരു ക്വാളിറ്റി ഉണ്ടാവും എപ്പോഴും. പക്ഷെ അനിരുദ്ധിന് ക്വാളിറ്റി ഇല്ല. ആ വ്യത്യാസം. വെറും DJ മ്യൂസിക് മാത്രം അനിരുദ്ധിന് അറിയൂ. ഈ പ്രേക്ഷകൻ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കിടുക്കാച്ചി കമൻ്റ് കൂടിയുണ്ട്. നെ വെല്ലാൻ ഇന്ത്യയിൽ ആരുമില്ല. അതിനോട് ഞാൻ യോജിക്കില്ല. കഴിവുള്ളവർ പലരും ഉണ്ട്. പക്ഷേ അത് വേറെ തലമാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ലോക പ്രേക്ഷകർ പറഞ്ഞതാണ്. ഹൃദയത്തിലേറ്റിയവർ, നല്ല സംഗീതത്തെ ഹൃദയത്തിലേറ്റിയവർ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിന് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് ഇവരെ കമ്പയർ ചെയ്യരുതെന്ന്. റഹ്മാൻ പോയിട്ട് ഹാരിസ് ജയരാജിനൊപ്പം പോലും അനിരുദ്ധിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അനിരുദ്ധിൻ്റെ മ്യൂസിക് ശബ്ദമലിനീകരണമാണ്. അതിത്തിരി കുത്തി നോവിച്ചോലായി പോയി. അതിൽ എവിടെയാണ് സംഗീതം? ഇതെനിക്ക് ചോദിക്കാനുള്ള ചോദ്യം വരുന്നു. ഒരു ബഹളം മാത്രം. വന്ദേമാതരം പോലൊരു ആൽബം ഇന്ത്യയിൽ ആരെക്കൊണ്ടെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒരു പക്ക ക്വസ്റ്റ്യനാണ്. റഹ്മാൻ്റെ വേൾഡ് റാങ്ക് എത്രയാണെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എല്ലാത്തിനുമുള്ള മറുപടി കിട്ടും. ഈ ഒരു
പ്രേക്ഷകനൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം തീർച്ചയായിട്ടും ഈ പറയുന്ന ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ലെജൻഡ് അല്ല. അതിനുള്ളൊരു ഉത്തരം ആ ഒരു പ്രേക്ഷകൻ തന്നെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ വരണം.